കോഴിക്കോട് തോരായിക്കടവ് പാലം തകർന്നത് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അതിൽ അന്വേഷണവുമായി പൊതുമരാമത്ത് വകുപ്പ്. KRFB PMU പ്രോജക്ട് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഡയറക്ടർ ഇന്ന് പാലം തകർന്ന സ്ഥലത്തെത്തും. സന്ദർശനത്തിന് ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ് തോരായിക്കടവിൽ നിന്ന്. ഗുഡ് മോർണിംഗ് AK അഭിലാഷ്. തോരായിക്കടവ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേ ആ കടവിൽ ഒരു പാലം വന്ന് തോണിക്ക് പകരം പാലത്തിൽ കയറി പോകാമെന്നുള്ള മോഹങ്ങളാണ് ഭീമോടെ തകർന്ന് താഴെ വീണത്. അതിലെങ്ങനെയായിരിക്കും അന്വേഷണം? എപ്പോഴെത്തും ഡയറക്ടർ? തീർച്ചയായിട്ടും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ആളുകളൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഇത് എന്ന് വേണം പറയാൻ. ഈ ചേമഞ്ചേരി അതോടൊപ്പം തന്നെ അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 25 വർഷത്തെ ഇവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തിന് ശേഷമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24 കോടി രൂപ വകയിരുത്തി ഈ പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ 4ാമത്തെ ഗാർഡർ ഇപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിടെ തകർന്നു വിടുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ അപാകതയുണ്ടായോ, നിർമ്മാണത്തിലോ അതല്ല മറ്റേതെങ്കിലും തരത്തിൽ അപാകതയുണ്ടായോ എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി KRFB അതോടൊപ്പം PMU ഡയറക്ടർ ഇന്ന് ഇവിടെ സ്ഥലത്തെത്തും. ഈ സ്ഥലത്തെത്തിയതിനു ശേഷം വിശദമായി ഇത് പരിശോധനയ്ക്ക് ശേഷം ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി ഈ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുന്നതിൽ ചില കേന്ദ്രങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതായത് പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ PWD വകുപ്പിന്റെയും ഭാഗത്ത് വീഴ്ചകൾ ഇതിന് മേൽനോട്ടം വഹിച്ച നമ്മുടെ കൂളിമാട് പാലം തകർന്ന 2022 അതേ കക്ഷിയാണ് എന്ന കാര്യമാണല്ലോ ഇന്നലെ പുറത്തു വന്നത്. അതിലും അന്വേഷണം ഇല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പല ഭാഗത്തും നടക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു PWD തന്നെ നേതൃത്വം നൽകുന്ന ഒരു പാലത്തിൻ്റെ പണിയിലടക്കം ഇത്തരത്തിൽ അപാകതകൾ സംഭവിച്ചിരിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള അപാകതയാണ് എന്നതാണ്. മേൽനോട്ടം വഹിക്കുന്നതിൽ സംഭവിച്ച അപാകതയാണോ, അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിക്ക് വന്നിരിക്കുന്ന അപാകതയാണോ, അതൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം ഈ പാലം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ആശങ്ക ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് ഇന്ന് ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് തന്നെ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും 4ാമത്തെ ഗാർഡറാണ് ഇവിടെ വീണിരിക്കുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. കാരണം കോൺക്രീറ്റ് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരവധി തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചോ എന്നാണ്. പക്ഷേ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പാലത്തിന് ഗ്യാരണ്ടി? തോരായിക്കടവ് പാലം ഇങ്ങനെ തകർന്നു കിടക്കുമ്പോൾ, ആ ബീം തകർന്നു കിടക്കുമ്പോൾ 24 കോടി ചെലവിട്ട് നിർമ്മിച്ച പാലമാണ്. അതിൽ ആരാണ് ആ പാലം വലിച്ച് സർക്കാരിനെ, പൊതുമരാമത്ത് വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയത്? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. തത്സമയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ AK അഭിലാഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തോരായിക്കടവിൽ ഇപ്പോൾ തോരാ മഴയാണ്. ആ മഴയത്തു നിന്നാണ് AK അഭിലാഷ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.